ഒരു പകൽ അരമണിക്കൂർ. സ്വാഗതം ടോപ്പ് 7 at 7ലേക്ക്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഇന്ത്യ മുന്നണി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വീതിച്ചെടുത്ത LDFും UDFും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഈ മാസം 9-ന്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, കേരളത്തിന് പുറത്താണ് ഇന്ത്യ സഖ്യം പരസ്യമായി നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലേക്കും ഇന്ത്യ സഖ്യം വരുന്നു. അത് തൃപ്പൂണിത്തുറ വഴിയാണ് അതിൻ്റെ വരവ്. തൃപ്പൂണിത്തുറയിൽ BJP മുനിസിപ്പൽ ഭരണം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ സഖ്യം രൂപപ്പെടുന്നത്. പ്രത്യേകിച്ചും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ നിശ്ചയിക്കാൻ പോകുന്നു 9-ാം തീയതി. LDFും UDFും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ വീതിച്ചെടുക്കാൻ പരസ്യമായി ധാരണയായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ. വിനോദ്, ഇന്ത്യ മുന്നണി അക്ഷരാർത്ഥത്തിൽ തന്നെ തൃപ്പൂണിത്തുറയിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നേരത്തെ തന്നെ, അതായത് ചെയർമാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരം ആലോചനകൾ UDFും LDFും നടത്തിയിരുന്നു. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് കണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക്, അതായത് ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് അങ്ങനെയൊരു സഖ്യത്തിൽ നിന്ന് താൽക്കാലികമായി അവർ പിന്മാറി. എങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള അംഗങ്ങളെ ഇന്ന് നോമിനേറ്റ് ചെയ്യുന്ന, അതിനെ തിരഞ്ഞെടുക്കുന്ന മത്സരമായിരുന്നു നടന്നത്. അതിൽ പ്രധാനപ്പെട്ട ആകെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലുള്ളതിൽ ധനകാര്യം മാത്രമാണ് നിലവിൽ BJPക്ക് ലഭിക്കുക. അത് സ്വാഭാവികമായും വൈസ് ചെയർമാൻ അതിൻ്റെ തലപ്പത്ത് വരും എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 3 LDFിനും 20 സീറ്റുള്ള LDFിന് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, വെറും 12 സീറ്റ് മാത്രമുള്ള UDFിന് 12 സീറ്റ് മാത്രമുള്ള UDFിന് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് LDF തങ്ങളുടെ ഭാഗത്തു നിന്ന് തങ്ങളുടെ കൈയഴിച്ചുള്ള സഹായം എന്ന രീതിയിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ 2 മുന്നണികളും, ഇന്ത്യ മുന്നണികളുടെ സഖ്യത്തിൻ്റെ ഫലമായി തന്നെയാണ് ഈ ഒരു 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വീതം വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ LDFിന് വരുന്ന 9-ാം തീയതി ചെയർമാനെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDFിന് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പ്രധാനമായും വികസനകാര്യം, ക്ഷേമകാര്യം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് LDFിന് ലഭിക്കുക. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ തീരുമാനമായിരുന്നു, ചർച്ചകൾ പൂർത്തിയായിരുന്നു. ഒപ്പം തന്നെ പൊതുമരാമത്ത്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDFിന് ലഭിക്കും. പൂർണ്ണമായും തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധികാരത്തിൽ നിന്ന്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തലപ്പത്ത് നിന്ന്, ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങളും ആലോചനകളും ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അങ്ങനെ പല ഭാഗങ്ങളിൽ ഇവരുടെ പാർട്ടി ഓഫീസുകളിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. ഇരു മുന്നണികളുടെയും നേതാക്കൾ പല ഭാഗങ്ങളിലും, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതാക്കൾ രഹസ്യമായും പരസ്യമായും കൂടിക്കാഴ്ചകൾ നടത്തി. ഏതെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഓരോരുത്തർക്കും വേണ്ടത് എന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ചകൾ നീണ്ടുപോയത്. ഒടുവിൽ അതിലും ഒരു തീരുമാനമായി. അങ്ങനെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDFിന് ലഭിക്കുന്ന വിധം വോട്ട് ചെയ്യാൻ UDFും, 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ലഭിക്കുന്ന വിധം UDFിന് നൽകുന്ന വിധത്തിൽ വോട്ടിംഗ് നിലയെ മാറ്റി പുനഃക്രമീകരിക്കാൻ LDFും തയ്യാറാവുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ സഖ്യം, 2 മുന്നണികളും ഒത്തുചേർന്നുള്ള ഈ BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റാനുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള ആദ്യപടി നടന്നിരിക്കുന്നത്. എന്നാൽ വലിയ ഒരു പ്രത്യാഘാതം, അല്ലെങ്കിൽ വലിയ എതിർപ്പുകൾ, വലിയ ജനരോഷത്തെ തന്നെയായിരിക്കും മുന്നണികൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നേരിടേണ്ടി വരിക. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ജനക്ഷേമകരമായ തീരുമാനങ്ങൾ, വികസനകാര്യ തീരുമാനങ്ങൾ എല്ലാം തന്നെ എടുക്കുമ്പോൾ അതിനെയെല്ലാം അട്ടിമറിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് LDFും UDFും ഒന്നിച്ചു പോവുകയാണെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങളെ തന്നെ നേരിടേണ്ടി വരും. ജനഹിതത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ UDFും LDFും ചേർന്ന് ഈ ഒരു സഖ്യത്തിലൂടെ അട്ടിമറിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണി യഥാർത്ഥത്തിൽ അട്ടിമറിച്ചിരിക്കുന്നത് ജനഹിതത്തെ തന്നെയാണ് എന്ന കാര്യം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അടക്കം അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം അതുതന്നെയായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രത്യക്ഷത്തിൽ തന്നെ ഈ ഒരു സഖ്യം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലടക്കം ഇത് കൃത്യമായി തന്നെ ചർച്ചയാവുകയും ചെയ്യും. മറ്റു പല സ്ഥലങ്ങളിലും ഈ ഒത്തൊരുമിച്ചുള്ള സഖ്യത്തിനുള്ള ശ്രമങ്ങൾ, ആലോചനകൾ പല ഘട്ടങ്ങളിലും നടന്നു. പ്രത്യേകിച്ച് വളരെ വ്യക്തമാണ്, കേരളത്തിലും ഇന്ത്യ സഖ്യം രൂപപ്പെടുകയാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലാണ് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ഇന്ത്യ സഖ്യം രൂപം കൊള്ളുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വീതം വെച്ചെടുക്കാൻ LDFും UDFും ഒന്നിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിനെ അയോഗ്യനാക്കി വിജ്ഞാപനം പുറത്തിറങ്ങി. MLA സ്ഥാനത്ത് നിന്നുമാണ് അയോഗ്യനാക്കിയത്.
നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെതാണ് നടപടി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത്. പ്രശാന്ത്, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നു. MLA സ്ഥാനം നഷ്ടമാകുന്ന തരത്തിൽ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്ന് വൈകിട്ടോട് കൂടിയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചാണ് അയോഗ്യത. അതായത് ഏതെങ്കിലും ഒരു കേസിൽ 3 വർഷം 2 കൊല്ലത്തിന് മുകളിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനപ്രതിനിധിയായിരിക്കുന്ന ആൾ അയോഗ്യനായി കൽപ്പിക്കപ്പെടുമെന്ന നിയമം അനുശാസിച്ചുകൊണ്ടാണ് ആന്റണി രാജുവിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആന്റണി രാജുവിന് തുടർന്ന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും സവിശേഷത. അതായത് ജയിൽ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിറങ്ങുന്ന ജയിൽ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ദിവസം മുതൽ 6 വർഷക്കാലത്തേക്ക് തുടർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാൻ സാധിക്കില്ല എന്നതാണ് നിയമം അനുശാസിക്കുന്നത്. ആ ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്, നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പകർപ്പ്, അതായത് അയോഗ്യനാക്കി എന്ന വിവരം തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിക്കും. 1990 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ്, ഈ തൊണ്ടിമുതൽ മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് 34 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ജയിൽ ശിക്ഷ വിധിക്കപ്പെടുന്നത് നിലവിലേക്ക് ഉണ്ടാകുന്നത്. അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്നു ആന്റണി രാജു. തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളുമായി എത്തിയ വിദേശ പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തതിനു ശേഷം 10 വർഷം ശിക്ഷിക്കുകയും ചെയ്തു കോടതി. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് ഈ കേസ് അപ്പീലിൽ പോയ സമയത്താണ് കോടതിയിലെ ഒരു സഹായിയുമായി ചേർന്ന്, ക്ലർക്കുമായി ചേർന്നുകൊണ്ട് അടിവസ്ത്രം അവിടെ നിന്നും കോടതിയിൽ നിന്ന് കടത്തുകയും വെട്ടിച്ചുരുക്കി ഈ വിദേശ പൗരന് ചേരാത്ത രീതിയിൽ ഒരു കുട്ടിക്ക് ചേരുന്ന രീതിയിലേക്ക് ഇതിനെ വീണ്ടും വെട്ടി ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം കോടതിയിൽ സമർപ്പിക്കുകയും ഈ വിദേശ പൗരന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. അയാൾ രാജ്യം വിട്ടു പോവുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിലൊരു പരാതി ഉയരുകയും തുടർന്നുള്ള അന്വേഷണത്തിലാണ്, വിജിലൻസ് അന്വേഷണം അടക്കം നടക്കുകയും ചെയ്തു. അതിലാണ് ആന്റണി രാജു ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയും കോടതി 3 വർഷത്തേക്ക് 1ഉം 2 പ്രതികൾ, അതായത് കോടതിയിലെ ക്ലർക്കും അതോടൊപ്പം തന്നെ ആന്റണി രാജുവിനെയും ഉൾപ്പെടെ 2 പ്രതികൾക്കും 3 വർഷം ശിക്ഷ വിധിക്കുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ നിയമമനുസരിച്ച് MLA സ്ഥാനത്ത് നിയമമനുസരിച്ചാണ് തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിനെ അയോഗ്യനാക്കിക്കൊണ്ട് വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. MLA സ്ഥാനത്ത് നിന്നുമാണ് അയോഗ്യനാക്കിയത്. നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെതാണ് ഈ നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. ശബരിമല സന്നിധാനത്തിന് സമീപത്തെ നടപ്പന്തലിൽ ചന്ദ്രക്കല ചാർത്തിയ പച്ചക്കൊടി വിവാദമാകുമെന്ന് കണ്ട് കൊടി അഴിച്ചുമാറ്റി. പച്ചക്കൊടി കെട്ടിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് സംശയം. പവിത്രമായി സംരക്ഷിക്കുന്ന സന്നിധാനത്തെ നടപ്പന്തലിലാണ് ഇസ്ലാം മത രാജ്യങ്ങളിലെ കൊടികളോട് സാമ്യമുള്ള പച്ചക്കൊടി ഉയർന്നത്. സന്നിധാനത്തെ നടപ്പന്തലിൽ ആണ് ദുരൂഹമായ പച്ചക്കൊടി കെട്ടിയത്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാവിക്കൊടികൾ പോലും കെട്ടാത്ത പവിത്രമായി സൂക്ഷിക്കുന്നതാണ് സന്നിധാനവും സമീപ പ്രദേശങ്ങളും. സന്നിധാനത്തിന് തൊട്ടു മുൻപുള്ള നടപ്പന്തലിലെ തൂണിലായിരുന്നു പച്ചക്കൊടി. വിവാദമാകുമെന്ന് കണ്ട് ചന്ദ്രകല ചാർത്തിയ പച്ചക്കൊടി അഴിച്ചുമാറ്റിയിരുന്നു. ഇത് ആരാണ് കെട്ടിയതെന്ന് വ്യക്തമല്ല. കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടെന്ന് വ്യക്തമാണ്. കഠിനവ്രതം അനുഷ്ഠിച്ച് ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന സന്നിധാന പരിസരത്താണ് ആചാരലംഘനത്തിന് സമാനമായ പച്ചക്കൊടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ശബരിമല പ്രവർത്തിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ പല ക്ഷേത്രങ്ങളിലും ആചാരലംഘനവും ക്ഷേത്ര വസ്തുക്കളിന്മേൽ അഴിമതി നടത്തുന്നതും പതിവാണ്. ശബരിമലയിലും ഇത്തരത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് നടപ്പന്തലിലെ തൂണിൽ പച്ചക്കൊടി കെട്ടിയതെന്നാണ് സംശയം. ശിവദാസ് കന്മനം, ജനം, സന്നിധാനം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. N. വാസു സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ നേരത്തെ തന്നെ കോടതി തള്ളിയിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കട്ടിളപ്പാളി കേസിലാണ് N. വാസു പ്രതിയായിട്ടുള്ളത്. അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു നടത്തിയ ഇടപെടൽ വ്യക്തമായതോടെയാണ് SIT N. വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പിന്നാലെയാണ് CPM നേതാവ് കൂടെയായ A. പത്മകുമാറും അറസ്റ്റിലാകുന്നത്. N. വാസുവിനും A. പത്മകുമാറിനും പാർട്ടിയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു.
മുൻകാലങ്ങളിൽ പഞ്ചായത്ത് തലത്തിലടക്കം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചയാളാണ് എൻ വാസു. ഇരുവരുടെയും അറസ്റ്റ് CPM-നെ പ്രതിസന്ധിയിലാക്കി. തനിക്ക് നേരിട്ട് പങ്കില്ല എന്ന് വാസു ജാമ്യാപേക്ഷയിലൂടെ കോടതിയെ ബോധ്യപ്പെടുത്താൻ നോക്കിയെങ്കിലും കോടതി മുഖവിലക്കെടുത്തില്ല. ഹൈക്കോടതിയിലടക്കം സമർപ്പിച്ച ജാമ്യഹർജികൾ തള്ളിപ്പോയി. ഇന്ന് റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്നാണ് എൻ വാസുവിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. ജനുവരി 19-ന് കോടതിയിൽ ഹാജരാക്കണം. ഒരു പ്രതികൾക്കും ഇതുവരെ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു നൽകിയിട്ടില്ല. A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും വരും ദിവസങ്ങളിൽ വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ജനം, കൊല്ലം. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഊഹാപോഹങ്ങളും മറ്റും അന്വേഷണത്തെ ദുർബലപ്പെടുത്തുമെന്ന് ഹൈക്കോടതി. മാധ്യമ വിചാരണയുടെ കീഴിൽ കേസന്വേഷണം നടത്താനാകില്ല എന്നും കോടതി നിരീക്ഷിച്ചു. അമേരിക്കയുടെ പിടിയിലായ വെനസ്വേലൻ മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സീലിയ ഫ്ലോറൻസിനെയും ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കി. ഇതിനിടെ നിക്കോളാസ് മഡുറോയുടെ സ്വിറ്റ്സർലൻഡിലെ സ്വത്തുക്കൾ സ്വിസ് ഗവൺമെൻറ് ആരോപിച്ചു. നിയമവിരുദ്ധമായി സ്വത്തുക്കൾ നേടിയിട്ടുണ്ടെങ്കിൽ അവ വെനസ്വേലയിലെ സാധാരണ ജനങ്ങൾക്ക് തിരിച്ചു നൽകണമെന്നും സ്വിറ്റ്സർലൻഡ്. വെനസ്വേലയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യാൻ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ഇന്ന് ഭാരത സമയം രാത്രി 8:30 ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമ്മൾക്കറിയാം വെനസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്കയാണ് കിടപ്പുമുറിയിൽ നിന്നും ഭാര്യയോടൊപ്പം പിടിച്ചുകൊണ്ടുപോയത്. ഇപ്പോൾ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ, അനധികൃതമായി നേടിയ സ്വത്തുക്കൾ ജനങ്ങൾക്ക് നൽകണമെന്ന് സ്വിറ്റ്സർലൻഡും ആവശ്യപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. വിനോദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് സ്വിറ്റ്സർലൻഡിലെ അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ മരവിപ്പിച്ചുകൊണ്ട് സ്വിറ്റ്സർലൻഡിലെ കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ സ്വത്തുവകകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുകയും അത്തരത്തിലുള്ള ഏതെങ്കിലും സ്വത്തുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ അനധികൃതമായാണ് നിക്കോളാസ് മഡുറോ സമ്പാദിച്ചിട്ടുള്ളത് എങ്കിൽ ആ സമ്പാദ്യം മുഴുവൻ വെനസ്വേലയിലെ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകേണ്ട അനിവാര്യതയുണ്ടെന്ന ഒരു നിലപാടിലാണ് സ്വിറ്റ്സർലൻഡ് ഗവൺമെൻറ് ഉള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിക്കോളാസ് മഡുറോയെ ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മയക്കുമരുന്ന് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. മഡുറോയെ ഹാജരാക്കി വിചാരണ നടത്തുന്ന നടപടികളിലേക്ക് നീങ്ങി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലും ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി ഉണ്ടാകുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം നടക്കാനിരിക്കുന്നു. UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെനസ്വേലയിലെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യോഗമാണ് നടക്കാനിരിക്കുന്നത്. റഷ്യ ഇക്കാര്യം നിർദ്ദേശിച്ചിരുന്നു. അതുപോലെ തന്നെ വെനസ്വേലയും ആവശ്യപ്പെട്ടിരുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാന നടപടിക്രമം എന്ന് പറയാൻ ഇപ്പോൾ സാധിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു നിലപാടാണ്. നമുക്കറിയാവുന്നതാണ്, നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ മറിയ കൊറിനോ മച്ചാഡോയെ പുതിയ ട്രാൻസിഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കണമെന്നൊരാവശ്യം, അതായത് നിലവിലെ വെനസ്വേലയിലെ പ്രതിപക്ഷത്തെ ആ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കണമെന്നൊരാവശ്യം യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും അടിയന്തരമായി ഇപ്പോൾ നടക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ 8:30 നടക്കാനിരിക്കുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ തന്നെയാണ് ഒരു വ്യക്തത ഏത് രീതിയിലുള്ള നീക്കമാണ് യുഎന്നിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നത് സംബന്ധിച്ച വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നിയമത്ത് മത്സരിക്കാൻ ഇല്ലെന്ന പ്രസ്താവനയിൽ മലക്കം പറഞ്ഞ മന്ത്രി V. ശിവൻകുട്ടി. പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്ന മന്ത്രിയുടെ ന്യായീകരണം. നേരത്തെ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് മിനിറ്റുകൾക്ക് അകമാണ് ശിവൻകുട്ടി നിലപാട് മാറ്റി പറഞ്ഞത്. ഇന്ന് രാവിലെ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ട സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിയമത്തെ താൻ മത്സരിക്കാനില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത്. 3 തവണ മണ്ഡലത്തിൽ താൻ മത്സരിച്ചു, 2 തവണ വിജയിച്ചു എന്നും ശിവൻകുട്ടി പറഞ്ഞു. നിയമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. ജയിച്ചപ്പോൾ പിന്നെ 1 പ്രാവശ്യം രാജഗോപാലാണ് പരാജയപ്പെടുത്തിയത്, പിന്നെ കുമ്മന രാജശേഖരനെ പരാജയപ്പെടുത്തി, പിന്നെ നമ്മുടെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെടുത്തി. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM നിയമത്താര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്.
എന്നാൽ മത്സരിക്കാൻ ഇല്ല എന്ന് മന്ത്രിയുടെ പ്രതികരണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വീണ്ടും മാധ്യമങ്ങളെ കണ്ട ശിവൻകുട്ടി പാടെ മലക്കം മറിഞ്ഞു. താൻ മത്സരിക്കാൻ ഇല്ല എന്നല്ല ഉദ്ദേശിച്ചതെന്നും പാർട്ടി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നും ശക്തനായ സ്ഥാനാർത്ഥി വരുമെന്നും മാറ്റി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും, ശക്തമായി തന്നെ മത്സരിക്കും. LDF അവിടെ സീറ്റ് അവിടെ നിലനിർത്തും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമമണ്ഡലത്തിൽ BJP വലിയ മുന്നേറ്റം നടത്തി 1ാം സ്ഥാനത്തുണ്ട്. കൂടാതെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തോൽവി ഭയത്തിലാണ് ശിവൻകുട്ടി ആദ്യം താൻ മത്സരിക്കാൻ ഇല്ല എന്ന് വ്യക്തമാക്കിയത് എന്നാണ് വിവരം. എന്നാൽ പാർട്ടി ഇടപെട്ടതോടെ പിന്നീട് മാറ്റിപ്പറയാൻ നിർബന്ധിതനാവുകയായിരുന്നു. ജനം, തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മുന്നണിയിൽ ഇക്കാര്യങ്ങൾ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ തന്നെ ചർച്ച ചെയ്യും. മുന്നണി വിപുലീകരണത്തിന്റെ സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. ആശയപരമായി യോജിപ്പുള്ളവരുമായി മുന്നണി തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയെ പോയി ക്ഷണിക്കണം എന്നുള്ളതല്ല. ആ രണ്ടു കൂട്ടർക്കും തോന്നുമ്പോൾ അത് മുന്നണി ചർച്ച ചെയ്യും എന്നതിനർത്ഥമുള്ളൂ. ലീഗിന് അർഹതയുണ്ട്, അതൊക്കെ മുന്നണിക്കകത്ത് സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. SNDP യോഗത്തിനും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമെതിരെ വീണ്ടും CPI രംഗത്ത്. വെള്ളാപ്പള്ളിയെ ചുമക്കുന്നത് ഇടതുമുന്നണിക്ക് ബാധ്യതയാകുമെന്ന് CPI പാലക്കാട് ജില്ലാ കമ്മിറ്റി. വെള്ളാപ്പള്ളിയെയും SNDP യോഗത്തെയും പിന്തുണയ്ക്കുന്നത് മത ന്യൂനപക്ഷങ്ങൾക്ക് LDFിൽ നിന്ന് അകലാൻ കാരണമാകുമെന്നും യോഗം വിലയിരുത്തി. ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് CPI വീണ്ടും വെള്ളാപ്പള്ളി നടേശനും SNDP യോഗത്തിനുമെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ നടന്ന CPI ജില്ലാ കമ്മിറ്റിയിൽ വെള്ളാപ്പള്ളിയെ ചുമക്കുന്നത് ഇടതുമുന്നണിക്ക് ബാധ്യതയാകുമെന്ന് അഭിപ്രായം ഉയർന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചേർന്ന യോഗത്തിലാണ് മുന്നറിയിപ്പ് ഉയർന്നത്. SNDP യോഗം കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. അത്തരം ഇടപെടലല്ല ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിന് കീഴിൽ നടക്കുന്നത്. അവരുമായുള്ള ചങ്ങാത്തം മതന്യൂനപക്ഷങ്ങൾക്ക് LDFിനെതിരെ സംശയമുയരാൻ ഇടയാക്കും. അതിനാൽ വിഷയത്തിൽ അതീവ ജാഗ്രത വേണമെന്നും ചർച്ചയിൽ നിർദ്ദേശം ഉയർന്നു. വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധം തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ എതിരാക്കിയെന്ന് CPI സംസ്ഥാന നേതൃയോഗത്തിലും വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലും വെള്ളാപ്പള്ളിക്കും SNDP യോഗത്തിനുമെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. ജനം, പാലക്കാട്. ആലപ്പുഴയിൽ CPI സംസ്ഥാന സമ്മേളന സമയത്ത് വെള്ളാപ്പള്ളിയിൽ നിന്നും പാരിതോഷികം വാങ്ങിയിട്ടുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 3 ലക്ഷം രൂപ വെള്ളാപ്പള്ളിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. വഴിവിട്ട സഹായം ചെയ്യില്ല എന്ന് പറഞ്ഞാണ് പണം കൈപ്പറ്റിയതെന്നും ബിനോയ് വിശ്വം ഇടുക്കിയിൽ പ്രതികരിച്ചു. ആലപ്പുഴയിൽ ഞങ്ങളുടെ പണം പിരിക്കാൻ പോയതിനടുത്ത് വലിയൊരു വ്യവസായ പ്രമുഖനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെയും കാണാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പോയി കാര്യമൊക്കെ പറഞ്ഞു, രാഷ്ട്രീയവും പറഞ്ഞു. ലാസ്റ്റ് ചോദിച്ചു, വിരോധമില്ലെങ്കിൽ ഒരു ചെറിയ സംഭാവന തന്നാൽ കൊള്ളാമെന്ന് ഞങ്ങൾ പറഞ്ഞു. 1 അല്ല 2 അല്ല, അത് 3 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. സന്തോഷം, ഞങ്ങൾ മേടിച്ചു. ഇത് സംഭവിച്ച കാര്യമാണ്. ഞാൻ പറയാൻ കാര്യം, മിനിഞ്ഞാന്നോ മറ്റോ ഒരു പേപ്പറിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, CPIക്കാർ വന്ന് കാശ് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ കാശ് മേടിച്ചിട്ട് മുങ്ങുന്ന പാർട്ടിയല്ല CPI. CPIക്ക് അറിയാൻ ഞങ്ങൾ ആരെയും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്ര വേണം എന്ന് പറയാൻ CPIക്ക് അറിയില്ല. പിന്നെ വഴിവിട്ട ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട CPIയുടെ ഭാഗത്തു നിന്ന്. വഴിവിട്ട സഹായങ്ങൾ CPI ചെയ്യില്ല. അതുകൊണ്ട് പകരമായിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് പിരിവ് CPIക്കില്ല. ഭാരതത്തിനെതിരെ അനധികൃത താരിഫ് ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടർന്നാൽ ഭാരതത്തിന് അധിക താരിഫ് ചുമത്തുമെന്നും ട്രംപ്. നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് മാത്രം 25% താരിഫാണ് അമേരിക്ക ഭാരതത്തിന് മേൽ ചുമത്തിയിട്ടുള്ളത്.
50% അധിക താരിഫാണ് ഭാരതത്തിന് നേരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. 25% പൊതു താരിഫും 25% റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള പിഴ താരിഫുമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ താരിഫ് ഉയർത്തുമെന്ന നിലപാടാണ് ട്രംപ് ആവർത്തിക്കുന്നത്. And we can raise tariffs on them very quickly, and it would be very bad for them. എന്നാൽ താരിഫിനെ ഭയന്ന് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവെക്കില്ലെന്ന് ഭാരതം കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ നിലപാടാണ് വീണ്ടും ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിയില്ലെങ്കിൽ കൂടുതൽ താരിഫ് ചുമത്തുമെന്ന നിലപാട് തന്നെയാണ് ട്രംപ് ഇന്നും ആവർത്തിക്കുന്നത്. ഭാരതത്തിന്റെ ഊർജ്ജാവശ്യങ്ങൾക്കനുസൃതമായാണ് എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതെന്ന നിലപാടിൽ മാറ്റമില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയവും അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം. ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ച് സുപ്രീം കോടതി. 2020 ഡൽഹി ഭീകരാക്രമണ കേസിലാണ് ജാമ്യം നിഷേധിച്ചത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നു എന്നും സുപ്രീം കോടതി കണ്ടെത്തി. UAPA പ്രകാരം ചുമത്തപ്പെട്ട കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ടിയാൽ തന്നെ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയാണ് ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയത്. 2020 ഡൽഹി ഭീകരാക്രമണത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുള്ളതായും കോടതി വ്യക്തമാക്കി. ആക്രമണം നടത്താനുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി കണ്ടെത്തിയതുൾപ്പെടെ ഭീകരപ്രവർത്തനത്തിന്റെ നിർവചനത്തിന്റെ പരിധിയിൽ വരും. കേസിൽ സംരക്ഷിക്കപ്പെടുന്ന സാക്ഷികളുടെ മുഴുവൻ വിചാരണയും പൂർത്തിയായതിനു ശേഷമോ അല്ലെങ്കിൽ ഇന്നു മുതൽ 1 വർഷത്തിന് ശേഷമോ മാത്രം ഷർജീൽ ഇമാമിനും ഉമർ ഖാലിദിനും ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ അനുവാദമുള്ളൂ എന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നു. UAPA 43D5 വകുപ്പ് പ്രകാരം സുദീർഘമായ കാലാവധി ജയിലിൽ കഴിഞ്ഞുവെന്നത് സ്വാഭാവിക ജാമ്യം അനുവദിക്കാനുള്ള കാരണമല്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. പ്രതികൾക്ക് ആസൂത്രണത്തിലും മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിലും ഡൽഹി കലാപം നടപ്പാക്കുന്നതിലും കൃത്യമായ പങ്കുണ്ടെന്ന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇവരോടൊപ്പം പ്രതികളായ ഗുൽഷിഫ ഫാത്തിമ, മീര ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷദ്ദബ് അഹമ്മദ് എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അൻസാരിയ എന്നിവരാണ് വിധി പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ആസൂത്രിത ആക്രമണമാണ് പ്രതികൾ ലക്ഷ്യമിട്ടതെന്നും വിധിന്യായത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ജനം. പൂക്കൾ വിരിച്ച വർണ്ണങ്ങളുടെ ലോകം തുറന്നിരിക്കുകയാണ്. അഹമ്മദാബാദിൽ പൂക്കളാൽ തീർത്ത വമ്പൻ ശില്പങ്ങളും കലാരൂപങ്ങളും. ഫ്ലവർ ഷോയ്ക്ക് ഇത് മിഴിവേകുന്നു. സബർമതി റിവർ ഫ്രണ്ടിൽ വൻ ജനപങ്കാളിത്തത്തോടെയാണ് പുഷ്പോത്സവം അരങ്ങേറുന്നത്. ഈ റിപ്പോർട്ടോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. ആയിരക്കണക്കിന് പൂക്കളാൽ സമൃദ്ധമാണ് അഹമ്മദാബാദ് ഫ്ലവർ ഷോ. പൂക്കളാൽ തീർത്ത വമ്പൻ ശില്പങ്ങളും കലാസൃഷ്ടികളും സമാനതകളില്ലാത്ത പ്രകൃതിയുടെ സൗന്ദര്യം വരച്ചിടുന്നു. പരിസ്ഥിതി സംരക്ഷണം, കാർഷിക ബോധവൽക്കരണം എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന നിരവധി വിഭാഗങ്ങളാണ് അഹമ്മദാബാദ് ഫ്ലവർ ഷോയിൽ ഒരുക്കിയിരിക്കുന്നത്. Once again, you are officially amazing. Congratulations to all of you. The good news continues क्योंकि और एक record बना है, which is the largest flower portrait. ജനുവരിയിൽ ആരംഭിച്ച ഫ്ലവർ ഷോ മികച്ച ജനപ്രീതി നേടിയിരിക്കുകയാണ്. ദിവസേന ആയിരക്കണക്കിന് പേരാണ് പൂക്കളുടെ ഉത്സവം കാണാനെത്തുന്നത്. നിറങ്ങളും സുഗന്ധവും ഒരുമിക്കുന്ന ഫ്ലവർ ഷോ അഹമ്മദാബാദിനെ വീണ്ടും ഒരു പൂക്കളുടെ പറുദീസയാക്കി മാറ്റുകയാണ്. നാഷണൽ ഡെസ്ക് ജനം.